നന്നായി പരിക്കുണ്ട്. എല്ലാവരും ബ്ലഡ് കുളിച്ച് കിടക്കണം. ശരിക്ക് മരണനില പിന്നെ ഉയരാൻ സാധ്യത കാണുന്നുണ്ട്. ഡ്രൈവറുടെ സ്ഥിതിയും നല്ല പരിക്കിലാണ്. ഇത് ഇവിടുത്തെ ഒച്ച ശബ്ദം കേട്ടിട്ട് ആളുകൾ പിന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. വന്ന് നോക്കുമ്പോൾ ആളുകളൊക്കെ ബ്ലഡ് കുളിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം കണ്ടത്. കിട്ടിയ ആളുകൾ മുഴുവൻ പിന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി പിന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നെ 30 താഴെയായിട്ട് 25 മുകളിലായിട്ട് ആളുകളുണ്ട്. നമ്മളപ്പോൾ അത്യാവശ്യം നല്ല പരിക്കാണ് എല്ലാ ആളുകൾക്കും. ഒരാളെ നില അപ്പം തന്നെ വളരെ മോശം കണ്ടീഷനായി തോന്നുന്ന അയാൾ പിന്നീട് മരിച്ചു എന്നാണ്. കോഴിക്കോട് പന്തിരംഗ സ്വദേശി വൈഷ്ണവ് എന്നൊരാളാണെന്നാണ് അറിയാൻ സാധിച്ചത്. ബോഡി ഇവിടെ തൊട്ടടുത്ത് ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്. പിന്നെ ബാക്കിയുള്ള പരിക്കുള്ള സീരിയസ് ഉള്ള ആളുകളെ കോട്ടക്കലെയും കോഴിക്കോട്ടേക്കൊക്കെ പിന്നെ ആംബുലൻസിൽ തെറിച്ചു വീണുണ്ടായിരുന്നു. ഗ്ലാസിന്റെ ഉള്ളിലൂടെ നമ്മൾ 2-3 പേരെ എടുത്തിരുന്നു. ഏറ്റവും അവസാനം ഒരാൾ ബാക്കിൽ കുടുങ്ങി കിടന്നിരുന്നു. അത് പിന്നെ ഫയർഫോഴ്സ് വന്ന് കട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ഏകദേശം 25 മുകളിലായിട്ട് ആളുകളുണ്ട് ഇതിനകത്ത് ബസ്സിൽ. അയാൾക്ക് ആരോഗ്യനില പ്രശ്നം ഉണ്ടായില്ല. അതിൽ കുടുങ്ങി ജാമായിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ഫയർഫോഴ്സ് വന്നത് കട്ട് ചെയ്തതോടുകൂടി അയാൾക്ക് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു. ബാക്ക് സീറ്റിന്റെ കമ്പി കാത്തിരുന്നു കുടുങ്ങി. നന്നായി പരിക്കുണ്ട്. എല്ലാവരും ബ്ലഡ് കുളിച്ച് കിടക്കണം. ശരിക്ക് മരണനില പിന്നെ ഉയരാൻ സാധ്യത കാണുന്നുണ്ട്. ഡ്രൈവറുടെ സ്ഥിതിയും നല്ല പരിക്കിലാണ്. ഇവിടെ ഒരു അശാസ്ത്രീയത ശരിക്കും ഇവിടെ സ്ഥിരമായിട്ട് ഒരു അപകട മേഖലയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 3 മാസത്തിൽ 3-4 അപകടം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഇറക്കാണ് ഈ റോഡ്. 2 ഈ റോഡ് പഴയ ഹൈവേയിലേക്ക് പോകുമ്പോൾ വീതി കുറയുന്നുണ്ട്. 3-മത്തെ ഈ സർവീസ് റോഡ് ഒരു സിഗ്നൽ ഇല്ലാതെ പെട്ടെന്ന് മെയിൻ റോഡിലേക്ക് എൻട്രി വരുന്നുണ്ട്. ഇല്ല, പെട്ടെന്ന് ഒരു അമ്പ് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് എൻട്രി ആകുമ്പോൾ ഹൈവേയിലൂടെ വരുന്ന യാത്രക്കാർക്ക് വാഹനങ്ങൾക്ക് അറിയില്ല ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ചെറുതാവുന്നുണ്ടോന്നും ഒരു സർവീസ് റോഡ് വരുന്നുണ്ടോന്നും അറിയുന്നില്ല. അവർ അമിത സ്പീഡിൽ വരുമ്പോൾ ഈ വാഹന സർവീസ് റോഡിൽ നിന്ന് എൻട്രി വരുമ്പോൾ പെട്ടെന്നുള്ള ഷഡൻ ബ്രേക്കിലാണ് ഇവിടെ വന്ന അപകടങ്ങൾ മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്. ഇത് ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുന്നേ തന്നെ പിന്നെ MLA-യുമായൊക്കെ കൂടിയിരുന്നിട്ട് എന്നെ ഹൈവേയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ ബ്രിഡ്ജ് പിന്നെ വീതി കൂട്ടാൻ റെയിൽവേന്റെ അനുമതി കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഇത് ഇങ്ങനെ തുടരുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതിന് ബദലൊരു സൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത പഴയ ഹൈവേ ഉണ്ട് പിന്നെ സർവീസ് കിടക്കുന്നത്. ഇപ്പോൾ പണ്ട് കുറ്റിപ്പുറത്തേക്ക് വന്നിരുന്ന റെയിൽവേ ഗേറ്റുള്ള ഹൈവേ അത് ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ അവിടെ ബ്രിഡ്ജ് കൊടുത്തോ ഈ സർവീസ് റോഡ് ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്ന സർവീസ് റോഡ് ഡിസ്കണക്ട് ചെയ്ത് അതുവഴി കൊടുത്താൽ അതിന് പരിഹാരം കാണാം എന്നും ഞങ്ങൾ അന്ന് അധികൃതരോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഏതായാലും ജനപ്രതിനിധികൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇനി എന്തായാലും അതിനൊരു ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് അപകടം വന്നുകൊണ്ട് അതിനുള്ളൊരു പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ ഒരുപാട് അപകടം നടന്നപ്പോഴും നമ്മൾ ഇതിന്റെ ഈ ശാസ്ത്രീയമായല്ല ഇതിന്റെ ഈ നിർമ്മാണം, ഈ പ്രത്യേകിച്ച് ഇവിടുന്ന് വരുന്ന ഈ എൻട്രി റോഡ് അത് ഹൈവേയിൽ വളരെ ഹൈവേയിലേക്ക് കയറുന്ന ഈ എൻട്രി പലപ്പോഴും ഹൈവേയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഈ വരുന്നത് വളരെ ഉയർന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഉയർന്ന പ്രതലത്തിൽ നിന്ന് വരുന്ന ഒരു സർവീസ് റോഡ് നേരെ താഴ്ന്ന പ്രതലത്തിലേക്ക് കയറുക. അപ്പോൾ സ്വാഭാവികമായും ഹൈവേ താഴ്ന്നാണ് കിടക്കുന്നത്. ഈ ഹൈവേയിൽ വരുന്ന ടേണിംഗും ഉണ്ട് ഇവിടെ. ഈ ടേണിങ്ങും ഈ ടേണിങ്ങുള്ള ഭാഗത്ത് ഈ ഹൈവേയിലേക്ക് കയറുന്ന ഈ എൻട്രി വളരെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത് വളരെ മറ്റ് ഹൈവേയിലെ എൻട്രികളെ പോലെയല്ല ഈ എൻട്രി. ഇവിടെ പോലീസ് സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ കുറ്റിപ്പുറത്തെ വളാഞ്ചേരിയുമായി കണക്ട് ചെയ്യുന്ന മറ്റൊരു നിരവധിയായ സ്ഥാപനങ്ങളൊക്കെയുള്ള ഒരു റോഡ്. ആ റോഡിലൂടെയൊക്കെ വരുന്ന വാഹനങ്ങൾ വളരെ തിരക്ക് പിടിച്ച ഒരു എൻട്രിയാണ്. ഈ എൻട്രി പലപ്പോഴും ഒരു സിഗ്നൽ പോലും ഇവിടെ ഒരു എൻട്രി ഉള്ളതായി ഹൈവേയിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഇങ്ങനെ ഒരു എൻട്രി ഇവിടെ ഉള്ളതായി കാണിക്കുന്ന ഒരു സിഗ്നലും ഇവിടെ നിർമ്മിച്ചിട്ടില്ല. ഈ സംഗതി വളരെ നേരത്തെ ഇവിടെ ഹൈവേ അതോറിറ്റിയുമായും ബന്ധപ്പെട്ട ആളുകളോട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പല അപകടങ്ങൾ നടക്കുമ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊക്കെ വളരെ ലാഘവത്തോടെ കണ്ടതാണ് ഈ അപകടത്തിനുള്ള ഒരു കാരണം. ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു എൻട്രി ഉള്ളതായിട്ട് ഇല്ല, സൂചനാ ബോർഡില്ല, അത് കാണാനും കഴിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ അറിയാം. വളരെ ഉയർന്ന സർവീസ് റോഡ് ഉയർന്ന് പിന്നെ താഴ്ചയിലേക്ക് വരിക. ഇവിടെ എത്തുമ്പോൾ മാത്രമല്ല ഈ എൻട്രി ലെവൽ തുടങ്ങിയാൽ പിന്നെ ഹൈവേക്ക് 2 വരി പാതയേ ഉള്ളൂ. ഇത് പലപ്പോഴും ഹൈവേയിൽ വരുന്ന വാഹനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ അപകടം തന്നെ നടന്നത് നമ്മൾ മനസ്സിലാക്കിയത് വളരെ അമിത വേഗതയിൽ ഞങ്ങളിപ്പോൾ അവിടെ യാത്ര ചെയ്തിരുന്ന സ്ത്രീകൾ ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലുണ്ട്. കാരണം അമിത വേഗതയിലാണ് ഈ ബസ് വരുന്നത്. ഈ ബസ് അമിത വേഗതയിലെത്തി ഈ എൻട്രി പോയിന്റിലെത്തിയ സമയത്ത് എൻട്രി റോഡിൽ നിന്ന് ഒരു വാഹനം വരുന്നത് കണ്ടിട്ടാണ് അവർ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് കൺട്രോൾ കിട്ടാതെ റൈറ്റ് സൈഡിലെ ഡിവൈഡറിൽ ഇടിച്ചിട്ടാണ് ഇത് എക്സ്ട്രീം ലെവലിലുള്ള ലെഫ്റ്റ് സൈഡിലെ ഡിവൈഡറിലേക്ക് വന്ന് കുത്തി മറിഞ്ഞ്
ഈ അപകടം വരുത്തി വെക്കുന്നത്. ഈ എൻട്രി റോഡിനെ സംബന്ധിച്ചിടത്തോളം താലൂക്ക് ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ നിരവധിയായ പോക്കറ്റ് റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളുണ്ട്. മാത്രമല്ല ഈ നമ്മുടെ ഹൈവേക്കകത്ത് ഇതിനു മുമ്പ് 4-4.5 കിലോമീറ്റർ അപ്പുറത്ത് പാണ്ഡികശാല മാത്രമേ ഒരു എൻട്രി ഉള്ളൂ. ഈ എൻട്രിയും അവിടെ പലപ്പോഴും വാഹനങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ വാഹനങ്ങൾ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടി ഈ സർവീസ് റോഡിലേക്ക് വന്ന് ഇവിടെ വെച്ചാണ് ഈ സർവീസ് റോഡ് ഈ ഹൈവേയിലേക്ക് കയറുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വാഹനങ്ങളുടെ ഈ സർവീസ് റോഡിലെ വാഹനങ്ങളുടെ തിരക്ക് കുറവായതുകൊണ്ടാണ് ഇത് വലിയൊരു അപകടത്തിലേക്ക് പോവാതെ ഇങ്ങനെ അവരെ ഒരു അപകടത്തെ അവസാനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ആ ഡിവൈഡറിൽ വലതുഭാഗത്ത് തട്ടി ഇപ്പുറത്ത് ഏറെക്കുറെ 50 മീറ്റർ മാറിയിട്ടാണ് ഇപ്പുറത്ത് ഡിവൈഡറിൽ വന്ന് ഇടിച്ച് തലകുത്തിയും പറയുന്നത്. ഈ സർവീസ് റോഡിലൂടെ വന്നിട്ടൊരു വാഹനം വരികയാണെങ്കിൽ അത് വലിയൊരു അപകടം വരുത്തി വെക്കാറുണ്ട്. നിരന്തരം ഒരുപാട് വാഹനങ്ങൾ വരുന്നൊരു സ്ഥലം. ഞാൻ പറഞ്ഞല്ലോ, താലൂക്ക് ആശുപത്രി ഉണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. ഈ പറയുന്ന പോലെ അവിടുത്തെ എൻട്രി കിട്ടാതെ വരുന്ന വാഹനങ്ങൾ, പിന്നെ അവരുടെ ലാസ്റ്റ് എൻട്രി നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ സർവീസ് റോഡിനൊരു തുടർച്ചയുണ്ടായി. അത് റെയിൽവേയെ മറികടന്ന ഒരു ഓവർ ബ്രിഡ്ജിൽ വന്ന് അങ്ങനെ അപ്പുറത്തേക്ക് കിടക്കുന്ന രൂപത്തിൽ ഒരു ബ്രിഡ്ജ്, ഒരു എലവേറ്റഡ് പാത ഒരുക്കിയല്ലാതെ ഈ അപകടത്തിനൊരു ശാശ്വത പരിഹാരം ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ഞങ്ങളുടെ അഭിപ്രായം.